സിനിമയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് നടൻ മോഹൻലാൽ. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. താരത്തിന് പിന്നാലെ ഈ പോസ്റ്റ് പൃഥ്വിരാജ് പങ്കുവച്ചിരുന്നു. അതേസമയം എമ്പുരാന് പിന്തുണയുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമടക്കം നിരവധി പേരാണ് രംഗത്തെത്തിയത്. കോഴിക്കോട് നാദാപുരത്തെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കിടെ ആൾമാറാട്ടം നടത്തിയ സംഭവത്തിൽ പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകും. ആൾമാറാട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തും. നടപടിയുടെ ഭാഗമായി വിദ്യാർത്ഥിയുടെ +1 രജിസ്ട്രേഷൻ റദ്ദാക്കാനും സാധ്യതയുണ്ട്. പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിയും ആൾമാറാട്ടം നടത്തിയ ആളും താമസിക്കുന്നത് ഒരേ ഹോസ്റ്റലിലാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇരുവരും കടമേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ്. എമ്പുരാൻ വിഷയത്തിൽ മലക്കം പറഞ്ഞ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സിനിമയുടെ ജനപ്രീതി കാരണം ആളുകൾ ഇടിച്ചുകയറി തിയേറ്ററുകൾ പൊളിഞ്ഞു വീഴാറായതിനാലാകണം ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തതെന്ന് ജോർജ് കുര്യൻ പരിഹസിച്ചു. അതേസമയം റീ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കാനുള്ള തീരുമാനം അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പരിഹാസവുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും എത്തിയിരുന്നു. ഇനി കാണുന്നത് എമ്പുരാനായിരിക്കില്ലെന്നും വെറും എമ്പുരാനായിരിക്കുമെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മദ്യപിച്ചെന്നാരോപിച്ച് കോഴിക്കോടെ KSRTC ഡിപ്പോയിലെ ഡ്രൈവറെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയെന്ന് പരാതി. ഇന്ന് പുലർച്ചെ ഡ്യൂട്ടിക്കെത്തിയ ഡ്രൈവർക്കാണ് ഈ അനുഭവം ഉണ്ടായത്. സാധാരണ രീതിയിൽ ഡ്യൂട്ടി ആരംഭിക്കുന്നതിന് മുമ്പ് ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്താറുണ്ട്. ഇന്നത്തെ ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ ഡ്രൈവർ മദ്യപിച്ചെന്നായിരുന്നു രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത് സാങ്കേതിക തകരാർ ആണെന്നാണ് ഡ്രൈവറുടെ പരാതി. നടൻ മോഹൻലാലിനൊപ്പം ശബരിമല കയറിയ തിരുവല്ല പോലീസ് ഇൻസ്പെക്ടർ സുനിൽ കൃഷ്ണന് കാരണം കാണിക്കൽ നോട്ടീസ്. മോഹൻലാലിനൊപ്പം മല കയറുന്ന വിവരം മറച്ചുവെച്ച് സുരക്ഷാ ഡ്യൂട്ടിയിലാണെന്ന് മറ്റുള്ള ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചതിനാലാണ് കാരണം കാണിക്കൽ നോട്ടീസ്. മോഹൻലാലിനോടൊപ്പം മല കയറുന്നതിന് ഇൻസ്പെക്ടർ സേനയോട് അനുവാദം ചോദിച്ചില്ല എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനയും ലഹരി ഉപയോഗവും നാടിനെ സാരമായി ബാധിക്കുന്ന വിഷയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ നടപടി കൊണ്ട് മാത്രം പൂർണ്ണമായും ഇതിന് അറുതി വരുത്താൻ കഴിയില്ല. വേരോടെ അറുത്തുമാറ്റാൻ നടപടിക്കൊപ്പം സാമൂഹിക ഇടപെടൽ ആവശ്യമാണെന്നും അത് എങ്ങനെ വേണമെന്നത് കൂട്ടായി ആലോചിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഹൻലാൽ ചിത്രം എമ്പുരാനും സംവിധായകൻ പൃഥ്വിരാജിനുമെതിരെ വീണ്ടും RSS മുഖപത്രം ഓർഗനൈസർ. ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുന്നുവെന്നും ഭീകരവാദത്തെ വെള്ളപൂശുന്നുവെന്നുമാണ് ആരോപിക്കുന്നത്. പൃഥ്വിരാജിന്റെ സിനിമകളിൽ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ആവർത്തിക്കുന്നു. രാജ്യത്തിന്റെ ഐക്യത്തെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ഭിന്നതയുടെ വിത്തുകൾ പാകുന്നു. ഈ വിത്തുകൾ വേരുറപ്പിക്കുന്നില്ല എന്നത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും ഓർഗനൈസർ പറയുന്നു. അനധികൃത കശാപ്പുശാലകൾ അടച്ചുപൂട്ടാനും ആരാധനാലയങ്ങളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ മാംസം വിൽപ്പന നിരോധിക്കാനും ഉത്തരവിട്ട് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ. 9 ദിവസത്തെ ചൈത്ര നവരാത്രി ഉത്സവം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ഈ നടപടി. മാർച്ച് 30-നാണ് നവരാത്രി ഉത്സവം ആരംഭിക്കുക. ഏപ്രിൽ 6-ന് രാമനവമിക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അന്ന് മൃഗങ്ങളെ കൊല്ലുന്നതും മാംസം വിൽപ്പനയും പൂർണ്ണമായും നിരോധിക്കും. മ്യാൻമറിൽ വെള്ളിയാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 1644ആയി. 3408 പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. 139 പേരെ കാണാതെയായി. അതേസമയം ഇന്ത്യയിൽ നിന്ന് സഹായവുമായി പുറപ്പെട്ട വ്യോമസേനാ വിമാനങ്ങൾ മ്യാൻമറിൽ എത്തി. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി 118 അംഗ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 60 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും വഹിച്ചുകൊണ്ടുള്ള 2 C-17 വിമാനങ്ങളാണ് മ്യാൻമറിൽ എത്തിയത്. വനിതകൾക്കും ശിശുക്കൾക്കുമായുള്ള സംരക്ഷണ സേവനങ്ങളും യൂണിറ്റിൽ ഉൾപ്പെടുത്തുന്നുവെന്ന് വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.